വാർത്തകളിലേക്ക്. ഹോർമോസ് കടലിടുക്ക് തുറക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ സമയപരിധി ഇന്ന് രാത്രി 8 മണിക്ക് അവസാനിക്കും. കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ നശിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്കെതിരായ ആക്രമണം തുടരുന്നുണ്ട്. അതിനിടയിൽ ഇറാൻ 4 മിസൈലുകൾ തകർത്തതായി സൗദി അറേബ്യ അവകാശപ്പെട്ടു. ഫൈസൽ ഹംസ വാർ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫൈസൽ, അമേരിക്ക നൽകിയ അന്ത്യശാസനം മുന്നറിയിപ്പ് അത് ഇറാൻ തള്ളുന്നുണ്ട്. ഇനി ഈ ഹോർമൂസ് തുറക്കാനുള്ള സമയപരിധി അത് അമേരിക്ക നൽകിയ മുന്നറിയിപ്പ് പ്രകാരമാണെങ്കിൽ അത് അവസാനിക്കാൻ പോകുന്നു. പക്ഷേ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാട് ആവർത്തിച്ച് തന്നെ ധൈര്യത്തോടുകൂടി ഇറാൻ വ്യക്തമാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നത് ഫൈസൽ ഹംസ? റീജിത്ത്, ശ്രുതി, ഏറ്റവും ഒടുവിലായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 48 മണിക്കൂർ ആണ് അന്ത്യശാസനം ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടി ഇറാന് നൽകിയിരുന്നത്. പക്ഷേ ഇറാൻ അക്കാര്യം നിഷേധിച്ചിരുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഹോർമൂസ് കടലിടുക്ക് ഇനി ഒരു കാരണവശാലും പഴയ പോലെയാകില്ല, അവർക്ക് മുന്നിൽ അത് തുറന്നു കൊടുക്കില്ല എന്ന് ഇറാൻ നാവികസേന അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപ് വീണ്ടും ഭീഷണിയുമായി രംഗത്തെത്തിയത്. 8 മണി, ഇന്ന് രാത്രി 8 മണിയാണ് അന്ത്യശാസനമായി അവസാനമായി ട്രംപ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് കടന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ നശിപ്പിക്കാനുള്ള ശേഷി അമേരിക്കയ്ക്കുണ്ട്. ഒരുപക്ഷെ ആ രാത്രി നാളെ തന്നെയാകും, അതായത് ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്, ഇന്ന് തന്നെയാകും എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇറാൻ ഈ ഭീഷണികളൊന്നും മുഖവിലക്കെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനകൾ പരുഷമാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അഹങ്കാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും തങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. പീറ്റ് ഹെഗ്സെറ്റ്, അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി, ഇന്നലെ പറഞ്ഞത് ഏറ്റവും മാരകമായ ആക്രമണമാണ് വരും മണിക്കൂറുകളിൽ ഇറാനെതിരെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആശങ്കയുണ്ടാക്കിക്കൊണ്ട് പവർ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ ഭീഷണി നൽകുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ ഇറാൻ സർക്കാർ ജനങ്ങളോട്, യുവാക്കളോട് ഒരു ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ പവർ പ്ലാന്റുകൾക്ക് മുന്നിലും മനുഷ്യച്ചങ്ങലകൾ തീർക്കണമെന്നുള്ളതാണ്. മാനുഷികമായ വലയം തീർത്ത് അമേരിക്കയുടെ ആക്രമണത്തെ, ഇസ്രായേലിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ്, അതായത് മനുഷ്യ കവചം തീർക്കുക എന്നുള്ള തന്ത്രമാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതൊക്കെ എത്രത്തോളം ഫലം കാണും എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം. കാരണം ഗസയിലടക്കം മനുഷ്യർക്ക് നേരെ അതിക്രൂരമായി ബോംബിട്ട കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് കൂടുതൽ മനുഷ്യക്കുരുതിയിലേക്ക് നയിക്കുമോ എന്നുള്ള ആശങ്കയാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ബുഷഹറിൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായാൽ അത് ആണവ ചോർച്ചയ്ക്ക് ഇടയാക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അത് ഗൾഫ് രാജ്യങ്ങളെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സൗദി 4 മിസൈലുകൾ തകർത്തതായി അവകാശപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് തീപിടുത്തമുണ്ടായി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ബഹ്റൈനിലും മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ തന്നെ യുദ്ധം അത് ആശങ്കയുണ്ടാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് റീജിത്ത്, ശ്രുതി. ചെറിയ ഫൈസൽ ഹംസ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ ഇല്ലാതാക്കും എന്നുള്ളതാണ് ട്രംപിന്റെ ഭീഷണി. ആ രാത്രി ഇന്ന് തന്നെ അയക്കാം എന്നും ട്രംപ് ഭീഷണി മുഴക്കുന്നുണ്ട്. പക്ഷേ ആ ഭീഷണി അവഗണിക്കുകയാണ്, ആ വെല്ലുവിളികളെ തള്ളിക്കളയുകയാണ് ഇറാൻ. ഫൈസൽ ഹംസ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.